ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സന്തോഷായി വേണോട്ടാ. ആ കാര്യം പറയാൻ കൂടി വേണ്ടിയാ വാസ്തവത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ വേണോട്ടാ? രാജുവിനെ കൊണ്ട് ഹൃദയിക മാഡത്തെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് സരസ്വതി മാഡം എന്റെ അടുത്ത് വന്നിരുന്നു. അതെ, ഇവര് തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാ. എന്തായാലും അമ്മ ഓണാഘോഷത്തിന് വരണം. ഞാൻ വരുന്നില്ല ജയ. അതെന്ത് കഷ്ടാമേ. അമ്മ വന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. അയ്യോ, നിങ്ങൾ പോണം. ചെല്ലാതിരുന്നാ എല്ലാവരും ശ്രദ്ധിക്കും. അത് കുഴപ്പമാവും. അല്ല, അമ്മ ആരെയാ ഇത്ര പേടിക്കുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഋതുമോളെ ഫേസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാര്യം ആവശ്യം കൊണ്ട് രമ്യയായിട്ട് രാജുവിന്റെ കല്യാണത്തിന് വാക്കു കൊടുത്തെങ്കിലും ഋതുമോളുടെ കാര്യത്തില് എനിക്ക് നല്ല വിഷമമുണ്ട്. മോളെ ഫേസ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഫേസ് ചെയ്യണം. അമ്മയുടെ സ്വന്തം മരുമകളാൻ പോകുന്നതേ രമ്യയാണ്. രമ്യയാണ് അമ്മയ്ക്ക് എന്നും വേണ്ടപ്പെട്ട കുട്ടി. അവൾ എന്ത് ഉപകാരിയമ്മേ. ഇവിടെ എന്തു കാര്യത്തിനും അവളില്ലേ? നമുക്കൊരാവശ്യം വന്ന ആരാദ്യം ഓടിയെത്തുന്നത്? അത് രമ്യല്ലേ? അതെ, അതില് യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, രമ്യയും രുക്മിണി ആന്റിയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. അവരാ നമ്മുടെ ബന്ധുക്കള്. അവന് ശ്രീലക്ഷ്മി രുക്മിണി ചേച്ചിയുടെ മരുമകളല്ലേ? രമ്യ ശ്രീലക്ഷ്മിയുടെ നാത്തൂനല്ലേ? ദേ, നമ്മൾ എല്ലാവരും കൂടി ഓണാഘോഷത്തിന് പോകുന്നു. അമ്മ ഋതികയോട് മാന്യമായിട്ട് പെരുമാറുന്നു. പക്ഷേ ഓണാഘോഷത്തിന് രമ്യയും വരുന്നുണ്ട്. അവൾ അംബിക മാഡത്തിന്റെ ഗസ്റ്റാ. രമ്യ വരുമ്പോ അമ്മ എപ്പോഴും രമ്യയുടെ കൂടെ ചേർന്ന് നിൽക്കണം. എന്ന് വെച്ച സ്വന്തം മരുമകളെ പോലെ. അങ്ങനെ ചേർത്ത് നിർത്തുമ്പോ ഋതികയ്ക്ക് കാര്യം പിടികിട്ടും. അങ്ങനെ രാജുവായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവള് ബാക്ക് അടിക്കും. അപ്പൊ ഞാനും കൂടെ വരാല്ലേ? അമ്മ വരണം. അത് രാജുവളിയുടെ അന്തസ്സല്ലേ? ശരി, ഞാൻ വരാം. ഡാൻസ് സ്കൂളല്ലേ? അവിടെ ബോർഡ് എഴുതി വെച്ചേക്കണ കണ്ടില്ലേ? അത് ഞാൻ കണ്ടു. ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാൻ വന്നേണോ? അയ്യോ അല്ല. പിന്നെന്താ? ആരെങ്കിലും ചേർക്കാൻ വന്നേണോ? അതിനും അല്ല. പിന്നെ എന്തിനാ വന്നേ? മോനാള് കൊള്ളാലോ. നിന്റെ പേരെന്താ? എന്റെ പേരും പേരൊക്കെ അങ്കിൾ എന്തിനാ അറിയുന്നേ? വന്ന കാര്യം പറയൂ. ഞാൻ പത്മാവതി മാഡത്തെ ഒന്ന് കാണാൻ വന്നതാ. എന്നാ അത് പറയണ്ടേ? പത്മാവതി മേഡത്തിന്റെ ആരാ അങ്കിള്? ആരാണെന്ന് ചോദിച്ചാ അതും അറിയില്ലേ? അങ്കിള് കൊള്ളാലോ. ഞാൻ പത്മാവതി മാഡത്തിന്റെ തറവാട്ടിലെ ഡ്രൈവർ ആയിരുന്നു പണ്ട്. എന്നാ അതങ്ങ് പറഞ്ഞാ പോരെ? സ്മാർട്ട് കിടാവാ. ഇവൻ ആരാണാവോ? അങ്കിള് വാ. അങ്കിള് ഇവിടെ ഇരിക്കേ. ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. അമ്മയാ? ഇവൻ ആരാ? തെയ്യും തക്ക തെയ്യും. അമ്മേ, താഹ ഒരു അങ്കിള് കാണാൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോ വരാം.
വേണോട്ട ഇരിക്കെ. ആ. വേണോട്ടം വന്നതില് സന്തോഷം. വേണോട്ടം വന്നാലല്ലേ എനിക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ പറ്റൂ. അത് മാത്രല്ല, വേണോട്ടം വരുമ്പോ എനിക്കും ബന്ധുക്കളുണ്ടെന്ന് തോന്നിപ്പോവാ. മാഡം വിഷമിക്കുന്നതിനാ? മാഡത്തിന് എല്ലാരും ഉണ്ട്. മാഡം കുറെ വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ വിധിയാണെന്ന് കരുതിയാ മതി. ഒരു കാര്യം സത്യ, ദൈവം എല്ലാ കാലത്തും എല്ലാവരെയും തോൽപ്പിക്കില്ല, കരയിപ്പിക്കില്ല. മാഡത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം തിരികെ തരും. അവളും അവളുടെ മകനും കൂടി എന്നെ പിടിച്ച് പൂട്ടിയിട്ടേക്കായിരുന്നു. ഞാൻ അവരുടെ തടവിലായിരുന്നു. ചാകാതെ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. ഒരിക്കൽ കൂടി എന്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാൻ ദൈവം ഈ അമ്മയ്ക്ക് അവസരം തന്നതാണെങ്കിലോ? ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും മാഡം. അംബികാവർമ്മ ചെയ്തതിനൊക്കെ അംബികാവർമ്മ അനുഭവിക്കും. കാലം ഇതിനൊക്കെ സാക്ഷിയാ. വെറുതെ വിടില്ല ഒന്നിനെ. ആ, മറ്റൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. സരസ്വതി മാഡം വന്നിട്ടുണ്ട്. എവിടെ? വർമ്മ സാറിന്റെ വീട്ടില്. അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ വേണോട്ടാ. അമ്മ കൽക്കട്ട വിട്ടിട്ട് നേരെ സൂര്യമംഗലത്തേക്ക് പോയില്ലേ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എവിടെയുണ്ട്? കുറച്ചു നാള് കൂടി സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ കേട്ടു. ദൈവത്തിന് നന്ദി. ആ, സരസ്വതി മാഡം വിളിക്കാറില്ലേ? ഇല്ല, പിണക്കം കൊണ്ടൊന്നുമല്ല. എന്റെ സങ്കടങ്ങളില് അമ്മയ്ക്ക് എന്ത് ചെയ്യാനാവും? ആ, അമ്മയ്ക്ക് കൊച്ചുമകളെയും കൊച്ചുമകൾക്ക് അമ്മമ്മ ഇഷ്ടമായോ? ഇഷ്ടാ. കൊച്ചുമോളുടെ കല്യാണം നടത്താനുള്ള ഓട്ടത്തിലാ സരസ്വതി മാഡം. ഓ, സന്തോഷായി വേണോട്ടാ. ആ കാര്യം പറയാൻ കൂടി വേണ്ടിയാ വാസ്തവത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ വേണോട്ടാ? രാജുവിനെ കൊണ്ട് ഹൃദയിക മാഡത്തെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് സരസ്വതി മാഡം എന്റെ അടുത്ത് വന്നിരുന്നു.